വിജയ, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങും? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. ഞാൻ വിശ്വസിക്കുന്നത് പരലോകമുണ്ടെന്നാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. അതേസമയം നാസ്തികനായ സഹോദര, നിങ്ങൾ മരിച്ചു പോയതിനു ശേഷം പരലോകമില്ലെങ്കിൽ ഞങ്ങളും നിങ്ങളും തുല്യം തന്നെയാണ്. തന്റെ അസുഖത്തിനൊരു കുറവില്ലേ? കുറവുണ്ട്, മരുന്ന് നന്നായിട്ട് കുറയുന്നുണ്ട്. ചാൻസ് അതാണ്. പക്ഷേ വെദർ ഓർ അവിടെ ഒരു പരലോകമുണ്ടെങ്കിലോ? അതിന് നീയും പുറകെ ഓടുന്നുണ്ടല്ലോ, എന്തിനാ? ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. ഉസ്താദിനോടാണ്. എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്നാണുള്ളത്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആ മതത്തിൻ്റെ ഗ്രന്ഥത്തിലെ എല്ലാ വചനങ്ങളും ഒരു മുത്തുച്ചുപ്പി അല്ലെങ്കിലും ഒരു ബാലരമയായിട്ടെങ്കിലും ഞാൻ കാണുന്നു. എൻ്റെ ചോദ്യം, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനം തെറ്റാണെങ്കിൽ അത് ദൈവികമാണോ? അത്രയേ ഉള്ളൂ. ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. വളരെ നിഷ്കളങ്കമായൊരു ചോദ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. എൻ്റെ വിശ്വാസപ്രകാരം മറ്റു മതഗ്രന്ഥങ്ങളെ ഞാൻ ജനാധിപത്യപരമായി ബഹുമാനിക്കുന്നു. ആ ഗ്രന്ഥങ്ങളൊക്കെ ഒരുപക്ഷെ 1,24,000 പ്രവാചകന്മാർ ഇസ്ലാമിൻ്റെ പേരിൽ വന്നിട്ടുണ്ട് എന്നാണ്. ആ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പിന്നെ അതിൻ്റെ കൈകടത്തലുകളുടെ രൂപമായേക്കാം എന്നുള്ള സാധ്യതയുമുണ്ട്. പിന്നെ നിന്റെ പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. ഖുർആനിൽ തെറ്റായൊരു പരാമർശമുണ്ടെങ്കിൽ അത് ദൈവികമല്ല എന്ന് പറയുന്നത് പോലും ശരിയല്ല. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. ഖുർആനിൽ തെറ്റില്ല. ആ ട്രാപ്പിൽ എന്നെ ഇടലായിരുന്നോ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. മറ്റൊരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറ് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു, മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല. ചെറ്റത്തര എവൻ കാണിച്ചാലും ചെറ്റത്തരം തന്നെയാ. അത് ബ്രിട്ടീഷുകാരനായാലും ശരി, ഇന്ത്യക്കാരൻ പെരുമാളായാലും ശരി. ഞാൻ ആക്ഷേപിക്കുകയല്ല. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരീരം പോലും അള്ളാഹുവിൻ്റെതാണെന്നാണ് ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു തന്നതുകൊണ്ട് അതേ വിശ്വസിക്കൂ. മോനെ ശശാങ്ക, നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ വന്നിരിക്കുക. ഈ ഹാളിൽ വിഷയത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ബോംബ്, വധം, തലവെട്ടുക, ഭീഷണി, ജീവനോടെ പോകാൻ പറ്റൂല, അവിടെ ബോംബ് പൊട്ടരുത്, ഇങ്ങനെയുള്ള ഹിംസാത്മകമായ പദങ്ങൾ ആരാണ് കൂടുതൽ ഉപയോഗിച്ചത്? അതെ, അത് ഞാൻ തന്നെയാണ്. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ഇദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ബോംബ്, വാള്, കത്തിക്കുത്ത് എന്നൊക്കെ പറഞ്ഞു എന്ന്. ശരിയാണ്, ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളെ എനിക്കത് പറയാൻ കഴിയും. കാരണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മതം, അതിന്റെ കുഴപ്പമാണ്. നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് മതമില്ലായ്മയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു മതമില്ലാത്തൊരു വ്യക്തി വന്ന് സൂയിസൈഡ് ബോംബറായിട്ട് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അവൻ അപ്പടിയെ റോഡിൽ പടുക്ക വെച്ച് റോഡ് റോളർ വിട്ട് ഏത്തി ഇറക്കണം തോന്നിച്ച്. അതൊന്ന് മനസ്സിലാക്കും. അത് ഞങ്ങളുടെ ഒരു കുഴപ്പമാണത്. അതൊന്ന് ക്ഷമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ബോംബിനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും മതമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ കുഴപ്പമാണെന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കുക. നിന്റെ ഓസ്കാർ കൂട്ടിയാലും ഒന്നും കൂടില്ല. ആളറിഞ്ഞ് ഡയലോഗ് അടിക്കണ്ട കുട്ട. ഞാൻ പറഞ്ഞത് മുഴുവൻ ആശയങ്ങളെയാണ്. ഐഡിയ, ഇസ്ലാം ഒരു ഐഡിയ ആണ് എന്നുണ്ടെങ്കിൽ ഐഡിയ വിമർശിക്കാൻ സാധിക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. മുഹമ്മദ് നബിയെ അവിടെ എടുത്തുകൊണ്ട് പറയുന്നത് ഒറ്റ കാരണം കൊണ്ടാണ്. മാനവരിൽ മഹോന്നതനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെ ഒരു മോഡലാണെന്ന് പറയുമ്പോൾ ആ മോഡലിന് ഒരു മോഡലാവാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കും. നീ വലിയ ഗുണ്ടല്ലേ, എന്നിട്ട് എന്താ പ്രതികരിക്കാഞ്ഞേ? എടാ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പല സംഗതിയും പുറത്തു വരും. മുഹമ്മദ് നബി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ കാര്യം മുതൽ, ബോംബിടാൻ പ്രേരിപ്പിച്ചത് മുതൽ എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ അതിന്റെ നാണക്കേട്.
അതുകൊണ്ട് കമാന്നൊരക്ഷരം ഞാൻ മിണ്ടിയില്ല. എങ്ങനെയാണ് ഒരു അറേബ്യൻ ടിൻഡറായിട്ട് മുഹമ്മദ് നബി അവിടെ ജീവിച്ചിരുന്നത് എന്നതുപോലും മനസ്സിലാക്കാൻ നമുക്ക് മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിക്കേണ്ടതായിട്ട് വരും. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. നീ എന്താ ചാണ്ടി കുഞ്ഞ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഓ ഞാൻ എന്നാ മിണ്ടാനാ, പിള്ളേരെ അണ്ണാക്കി പിരി വെട്ടിച്ച് തന്നില്ലേ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.